ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. വരാൻ പോകുന്ന പരീക്ഷകളോടൊപ്പമാവുന്ന രീതിയിൽ കേരള PSC നടത്തിയിരിക്കുന്ന വിവിധ പരീക്ഷകളിലെ ചോദ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്ന് ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് എന്നൊരു ചോദ്യമായിരുന്നു പരിചയപ്പെട്ടത്. അവിടെ നമ്മൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ ഉത്തരം നമ്മൾ പരിശോധിച്ചു. അതിനുശേഷം അതിൽ നമ്മൾ വേലുത്തമ്പി ദളവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേലുത്തമ്പി ദളവയെക്കുറിച്ച് ഒന്നാമത്തെ വീഡിയോ ക്ലാസ് നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഇതിന് മുമ്പത്തെ ക്ലാസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് വരികയാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ, ശില്പി ആരെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ, ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത്. 1706 അദ്ദേഹം ജനിക്കുന്നത്. അതേപോലെ തന്നെ വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മയുടെ പിൻഗാമിയാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കൃത്യമായിട്ട് ആ പേര് ഓർത്തിരിക്കണം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ടുള്ള അലക്സാണ്ടർ ഓമുമാണെന്ന് ആരും ഓർത്തിരിക്കുക. അപ്പൊ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയാണ്. ഈ ഒരു സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് രാമവർമ്മയാണ്. 1723 വേണാട് ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മയുടെ പിൻഗാമിയാണ് ആരെന്ന് പറയുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടി ഏത് വർഷമാണ്? 1723. ആ സമയത്ത് വേണാട് ഭരിച്ചിരുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാമവർമ്മ തന്നെയാണ്. അതേ സമയത്ത് ഈ വേണാട് ഉടമ്പടിയിൽ വേണാടിന് വേണ്ടിയിട്ട് ഒപ്പുവെക്കുന്ന ആരെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലെ മാർത്താണ്ഡവർമ്മയാണ്. അതേപോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ അറിഞ്ഞിരിക്കുക 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിട്ട് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിട്ട് അധികാരത്തിലേക്ക് വരുന്നു മാർത്താണ്ഡവർമ്മ 1729. തമ്പിമാരെ അതുപോലെ തന്നെ 8 വീട്ടിൽ പിള്ളമാരെയൊക്കെ അമർച്ച ചെയ്തുകൊണ്ട് തിരുവിതാംകൂറിൽ അധികാരത്തിലെത്തിയ ഭരണാധികാരിയാണ് ആര്? മാർത്താണ്ഡവർമ്മ എന്ന കാര്യം ഓർക്കുക. ഇനി അതിനുശേഷം നമ്മളിവിടെ പരിചയപ്പെടുന്ന അമ്മച്ചിപ്ലാവ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമിൽ തന്നെ അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. അതേപോലെ 1730 ആറ്റിങ്കലിനെ തിരുവിതാംകൂറുമായിട്ട് ലയിപ്പിക്കുന്നത്. 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് വരുന്നത്. തൊട്ടടുത്ത വർഷം 1730 ആറ്റിങ്കലിനെ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറുമായിട്ട് ലയിപ്പിക്കുന്നു. അപ്പോൾ ആറ്റിങ്കലിനെ തിരുവിതാംകൂറുമായിട്ട് ലയിപ്പിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുളച്ചിൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 PSC റിപ്പീറ്റായി എത്രയോ തവണ ചോദിച്ചിരിക്കുന്ന ഒരു വർഷമാണ്. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം പരീക്ഷയ്ക്ക് ചോദിക്കും. 1741. കുളച്ചിൽ യുദ്ധം ഡച്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ്. നമ്മുടെ കേരളത്തിൽ ഡച്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചിൽ യുദ്ധം നടക്കുന്നത്. ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം പരാജയപ്പെടുത്തുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത്. അത് ഏതിലൂടെയാണ്? കുളച്ചിൽ യുദ്ധത്തിലൂടെ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നു. അത് കുളച്ചിൽ യുദ്ധത്തിലാണ്. ഈ കുളച്ചിൽ എന്ന് പറയുന്നത് ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യാധിപനായിരുന്ന വ്യക്തിയാണ് ഡിലനോയ്. ആ ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ വലിയ കപ്പിത്താൻ എന്ന പേരിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം ഡിലനോയ് മാർത്താണ്ഡവർമ്മയുടെ വലിയ കപ്പിത്താൻ എന്ന പേരിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ആരെ? ഡിലനോയിനെ. തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡിലനോയ് ആണ്. ആ ഡിലനോയുടെ ജന്മദേശം ചോദിക്കുകയാണെങ്കിൽ ബെൽജിയത്തിലെ ബ്രിസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രിസൽസ് ആണ് ഈ ഡിലനോയുടെ ജന്മദേശം എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്,
ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കന്യാകുമാരിയിലെ തക്കലയിലെ ഉദയഗിരി കോട്ടയിലാണ്. കന്യാകുമാരിയിലെ തക്കലയിലുള്ള ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ് 1742 മാന്നാർ ഉടമ്പടി. മാന്നാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ്. ഇതിനെ തുടർന്ന് ഇളയെടുത്ത് സ്വരൂപം എന്താണ് തിരുവിതാംകൂറുമായിട്ട് ലയിപ്പിക്കുന്നു. ഇളയെടുത്ത് സ്വരൂപം എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയെയാണ് ഇളയെടുത്ത് സ്വരൂപം എന്ന് പറയുന്നത്. പുറക്കാട് എന്ന് പറയുന്നത് ആലപ്പുഴയെയാണ്. ഓടനാട് എന്ന് പറയുന്നത് കായംകുളത്തെയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1746 പുറക്കാട് യുദ്ധം വരുന്നത്. തിരുവിതാംകൂറും കായംകുളവും തമ്മിലാണ് പുറക്കാട് യുദ്ധം നടക്കുന്നത്. ഈ പുറക്കാട് യുദ്ധം നടക്കുന്നത് തിരുവനന്തപുരവും കായംകുളവും തമ്മിലാണ്. അങ്ങനെ കായംകുളം എന്താണ് തിരുവിതാംകൂറുമായിട്ട് ലയിക്കുന്നത് ഈ ഒരു യുദ്ധത്തെ തുടർന്നാണ്, പുറക്കാട് യുദ്ധത്തെ തുടർന്നാണ്. 1740-50 കാലഘട്ടത്തിലാണ് തെക്കൻ കൂറിനെയും അതുപോലെ വടക്കൻ കൂറിനെയും തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി തൃപ്പണിദാനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂറിനെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പണിദാനം എന്ന് പറയുന്നത്. 1750 ജനുവരി മാസം 3-ാം തീയതി. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു വർഷമാണ് തൃപ്പണിദാനം നടന്ന വർഷം. 1750 ജനുവരി 3, മകരമാസം 5-ാം തീയതി 925. മലയാള മാസത്തിൽ പറയുകയാണെങ്കിൽ 925 മകരം 5 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തൃപ്പണിദാനം നടന്ന വർഷം 1750 ജനുവരി 3-ാം തീയതി. മലയാള മാസത്തിൽ പറഞ്ഞ 925 മകരം 5-ാം തീയതിയാണ്. ഇവിടെ ഈ ഒരു വർഷം ഓർത്തിരിക്കുക 1750 ജനുവരി 3-ാം തീയതി. അപ്പോൾ ഈ തൃപ്പണിദാനം നടന്നതിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാരെന്നാണ് അറിയപ്പെട്ടത്. എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? പത്മനാഭദാസന്മാരെന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ പത്മനാഭദാസന്മാരെന്നറിയപ്പെട്ടത് തിരുവിതാംകൂർ ഭരണാധികാരികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. രണ്ടാം തൃപ്പണിദാനം നടക്കുന്ന 1766 കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. 1766. ഇനി മതിലകം രേഖകൾ ഇത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താളിയോള ഗ്രന്ഥങ്ങളാണ് എന്തെന്ന് പറയുന്നത് മതിലകം രേഖകൾ എന്ന് പറയുന്നത്. മതിലകം രേഖകൾ എന്ന് പറയുന്നത്. ഇനി മുറജപം, ഭദ്രദീപം തുടങ്ങിയ ചടങ്ങുകളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഇതിൽ ഈ ഭദ്രദീപം എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണയാണ് നടക്കുന്നത്. 6 മാസത്തിൽ 1 എന്ന രീതിയിൽ വർഷത്തിൽ 2 തവണ. അതേസമയത്ത് മുറജപം എന്ന് പറയുന്നത് 6 വർഷത്തിലൊരിക്കലാണ്. അതായത് 12 ഭദ്രദീപങ്ങൾ കൂടുമ്പോഴാണ് ഒരു മുറജപം എന്ന് പറയുന്നത്. അപ്പോൾ 6 വർഷത്തിലൊരിക്കലാണ് മുറജപം നടക്കുന്നത്. ഭദ്രദീപം എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണയാണ് നടക്കുന്നത്, അതായത് 6 മാസം കൂടുമ്പോൾ. ഇനി 56 ദിവസം നീണ്ടു നിൽക്കും ഈ പറയുന്ന ഭദ്രദീപം. ഭദ്രദീപം എന്ന് പറയുന്നത് 6 വർഷത്തിലൊരിക്കലാണ്. നമ്മുടെ ഈ മുറജപം എന്ന് പറയുന്നത് 6 വർഷത്തിലൊരിക്കലാണ്. അതിൽ ഈ ഭദ്രദീപം എന്ന് പറയുമ്പോൾ 6 മാസത്തിലൊരിക്കലാണ്, അതായത് വർഷത്തിൽ 2 തവണ. അങ്ങനെ 12 ഭദ്രദീപങ്ങൾ കൂടുമ്പോഴാണ് ഒരു മുറജപം വരുന്നത്. ആ മുറജപം എന്ന് പറയുന്നത് 56 ദിവസം നീണ്ടു നിൽക്കും എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഭദ്രദീപം, മുറജപം എന്നിവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് തുടക്കം കുറിക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാവേലിക്കര ഉടമ്പടി. 1753 ഓഗസ്റ്റ് 15. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി വെച്ചാൽ 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടിയാണ്. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ഇതിൽ ഒപ്പുവെക്കുന്നത്. ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിന് പകരമായിട്ട് യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകാമെന്ന് കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടില്ല എന്നും ഈ ഒരു കരാറിലൂടെ ധാരണയിലാവുന്നു എന്ന കാര്യം ഓർത്തിരിക്കും. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് മാവേലിക്കര ഉടമ്പടി. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1753 ഓഗസ്റ്റ് 15. ആരെല്ലാം തമ്മിലാണ്? ഡച്ചുകാരും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും തമ്മിൽ. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് മാവേലിക്കര ഉടമ്പടിയാണ്. യുദ്ധം ആണ് ചോദിക്കുന്നെങ്കിലോ കുളച്ചിൽ യുദ്ധമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തവിടെ പറയുന്ന ഈ ഒരു ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിന് പകരമായിട്ട് യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകാമെന്ന് ഏൽക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും ധാരണയാകുന്നു. ഇനി 1754 അനന്തേശ്വര യുദ്ധം കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലാണ് നടക്കുന്നത്. 1754 തന്നെ അമ്പലപ്പുഴ യുദ്ധം നടക്കുന്നുണ്ട്. 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി. അപ്പോൾ 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങുന്ന. 1729 അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. ഇനി അടുത്ത് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന രീതി പിന്തുടർന്ന തിരുവിതാംകൂർ ഭരണാധികാരി. ഇതൊക്കെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിം എക്സാമിലോ മെയിൻ എക്സാമിലോ ഏതോ ഒന്നിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
അയൺ ആൻഡ് ബ്ലഡ് പോളിസി അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന രീതി പിന്തുടർന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ ഭരണ തലസ്ഥാനം ചോദിച്ചാൽ അത് പത്മനാഭപുരം, കൽക്കുളത്ത് പത്മനാഭപുരമാണ് അദ്ദേഹത്തിന്റെ ഭരണ തലസ്ഥാനം. എന്നാൽ വ്യാപാര തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് മാവേലിക്കരയാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ ഭരണ തലസ്ഥാനം പത്മനാഭപുരം, കൽക്കുളം. അതേസമയത്ത് അദ്ദേഹത്തിന്റെ വ്യാപാര തലസ്ഥാനം ഏതാണ്? മാവേലിക്കരയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പറഞ്ഞു പോകാം. പതിവ് കണക്ക് എന്നത് ആ ഒരു സമയത്തെ ബജറ്റ് സമ്പ്രദായമാണ്. അതായത് മാർത്താണ്ഡവർമ്മയാണ് ഈ ഒരു സമയത്ത് ഈ പതിവ് കണക്ക് എന്ന പേരിൽ ഒരു ബജറ്റ് സമ്പ്രദായം തുടക്കം കുറിക്കുന്നത്. അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലെ ബജറ്റ് സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് പതിവ് കണക്ക് എന്ന പേരിലാണ്. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ നടത്തിയ ഭൂ സർവേയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കണ്ടെഴുത്ത് എന്നറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ നടത്തിയ ഭൂ സർവേ, അതിനെയാണ് നമ്മൾ കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. ഈ കണ്ടെഴുത്ത് നടത്താനായിട്ട് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയുണ്ട്, അതാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ. ആരാണ്? പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഇങ്ങനെ ഈ ഒരു ഭൂ സർവേ ഒക്കെ നടത്തിയതിന് ശേഷം ഭൂമി എന്ത് ചെയ്തു? 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊന്ന് ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചു. അപ്പം എങ്ങനെയാണ് 4ആയിട്ട് തിരിച്ചത്? ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ഭൂമിയെ 4ആയി തിരിച്ചിരുന്നു. എങ്ങനെയാണ്? ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും ദാനമെന്നും പണ്ടാരവക എന്നും 4ആയിട്ട് തിരിച്ചിരുന്നു. ഇനി ഈ കണ്ടെഴുത്ത് നടത്തിയപ്പോഴാണ് 1739. ഇനി ആ ഒരു സമയത്തുണ്ടായിരുന്ന ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, ആ ചെക്ക് പോസ്റ്റുകളെ വിളിച്ചിരുന്നത് ചൗക്കകൾ എന്നാണ്. ചെക്ക് പോസ്റ്റ് സമ്പ്രദായത്തെ വിളിച്ചിരുന്നത് ചൗക്കകൾ എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? ചൗക്കകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് എന്ത്? ജന്മിത്തം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ജന്മിത്തം അവസാനിപ്പിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഇനി മറ്റൊന്ന്, പോസ്റ്റൽ സമ്പ്രദായം. അത് അഞ്ചൽ എന്ന പേരിലാണ് പോസ്റ്റൽ സമ്പ്രദായം അറിയപ്പെടുന്നത്. അത് തുടക്കം കുറിക്കുന്ന 1729. അദ്ദേഹം അധികാരത്തിൽ വന്ന ആ ഒരു വർഷം തന്നെ അത് തുടക്കം കുറിക്കുന്നു, 1729. അപ്പോൾ എന്താണ് ഈ അഞ്ചൽ എന്ന് പറയുന്നത്? അഞ്ചൽ എന്ന് പറയുന്നത് പോസ്റ്റൽ സമ്പ്രദായമാണെന്ന് കാര്യം വെക്കുക. ചെക്ക് പോസ്റ്റുകളെ ചൗക്കകൾ എന്നാണ് വിളിച്ചിരുന്നതെന്ന് കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കണ്ടെഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭൂ സർവേയാണ്. അതേ തുടർന്ന് 4ആയിട്ട് ഭൂമിയെ ഡിവൈഡ് ചെയ്തു. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെയാണ് 4ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ബജറ്റ് സമ്പ്രദായത്തെ പതിവ് കണക്ക്, അതായത് പതിവ് കണക്ക് എന്ന പേരിൽ ബജറ്റ് സമ്പ്രദായം തുടക്കം കുറിക്കുന്നതും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ തലസ്ഥാനം പത്മനാഭപുരം, കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണ്. പിന്നെ ഈ ഭൂ സർവേ ഒക്കെ നടത്താൻ നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് പഠിച്ചു, പള്ളിയാടി മല്ലൻ ശങ്കരനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇവിടെ അറിയേണ്ടത്, രാജ്യത്തിന്റെ ഭരണ സൗകര്യത്തിനായിട്ട് മണ്ഡപത്തും വാതുക്കൽ ആയിട്ട് വിഭജിച്ചു. അതായത് താലൂക്ക് ഓഫീസിന് തുല്യമായിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയാം. ആ ഒരു കാലഘട്ടത്തിൽ മണ്ഡപത്തും വാതുക്കൽ എന്ന് പറയുന്നത് താലൂക്ക് ഓഫീസിന് തുല്യമാണ്. ഇവിടുത്തെ മേലധികാരി എന്ത് പേരിൽ അറിയപ്പെട്ടു? കാരിക്കാർ എന്നാണ് അറിയപ്പെട്ടത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ താലൂക്ക് ഓഫീസിന് തുല്യമായ മണ്ഡപത്തും വാതുക്കൽ എന്ന് തരംതിരിച്ചു. ഇന്ന് നമ്മുടെ താലൂക്ക് ഓഫീസിന് പകരമായിട്ട് അന്ന് ഉണ്ടായിരുന്നത് മണ്ഡപത്തും വാതുക്കളാണ്. അവിടുത്തെ കാരിക്കാർ എന്നാണ് അവിടുത്തെ മേധാവിയെ അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ തഹസിൽദാർ എന്നൊക്കെ പറയില്ല, ആ സ്ഥാനത്ത് അന്ന് കാരിക്കാറാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വില്ലേജുകൾക്ക് തുല്യമായിട്ട് എന്തുണ്ടായിരുന്നു? പകുതികൾ ഉണ്ടായിരുന്നു എന്ന് കാര്യം ഓർക്കുക. അപ്പൊ വില്ലേജുകൾക്ക് തുല്യമായിട്ട് എന്തുണ്ടായിരുന്നു? പകുതികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ താലൂക്ക് ഓഫീസിന് തുല്യമായിട്ട് അന്നുണ്ടായിരുന്ന എന്താണ്? മണ്ഡപത്തും വാതുക്കൽ. അവിടുത്തെ മേലധികാരി ആരാണ്? കാരിക്കാറാണ്. അതേ സമയത്ത് ഇന്നത്തെ വില്ലേജുകൾക്ക് തുല്യമായിട്ട് അന്നുണ്ടായിരുന്ന എന്താണ്? പകുതികളാണ്. എന്താണ്? പകുതികൾ. ഇവിടുത്തെ മേധാവി ആരാണ്? പാർവതികാർ അല്ലെങ്കിൽ പ്രവർത്തികാർ ആണെന്നായിരുന്നു ഓർക്കുക. പാർവതികാർ അല്ലെങ്കിൽ പ്രവർത്തികാർ എന്ന പേരിലാണ് അവിടുത്തെ ആ ഒരു മേലധികാരി അറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്തത് വാണിജ്യ വകുപ്പ് മുളകുമണി ശീല. ഇത് പരീക്ഷയ്ക്ക് വന്നതാണ്. ആ കാലഘട്ടത്തിൽ വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നത് മുളകുമണി ശീല എന്ന പേരിലാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥർ, ഈ വാണിജ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്ന മുളകുമടി ശീലക്കാരെന്നാണ്. ഇനി ജലസേചനത്തിനായിട്ട് പൊന്മന അണ, പുത്തൻ അണ എന്നീ അണക്കെട്ടുകളൊക്കെ നിർമ്മിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ മറവപ്പട എന്ന പേരിൽ സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയത് ആരാണ്? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയാണ്, തിരുവിതാംകൂറിൽ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം മറവപ്പട എന്ന പേരിൽ സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയതും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. ഇനി മറ്റൊന്ന്, മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായിട്ടുള്ള ദളവയാണ് രാമയ്യൻ ദളവ. എന്നാൽ ആധുനിക തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ദളവയായിരുന്നു വെച്ചാൽ അറുമുഖൻ പിള്ളയാണ്. ഇനി ദിവാസ്ഥാനത്ത് എത്തിയ ആദ്യ വ്യക്തിയാണ് രാജ കേശവദാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്?
മാർത്താണ്ഡവർമ്മയുടെ പ്രസിദ്ധമായിട്ടുള്ള ദളവയാണ് രാമയ്യൻ ദളവ. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ അറുമുഖൻ പിള്ളയാണ്. പിന്നെ മറ്റപ്പോൾ നമ്മളിവിടെ പറഞ്ഞ രാമയ്യൻ ദളവ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധനായിട്ടുള്ള ദളവയാണ്. പക്ഷെ ആദ്യത്തെ ദളവ ആരാണ്? അറുമുഖൻ പിള്ളയാണ്. ദിവാൻ സ്ഥാനത്തെത്തിയ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാലോ രാജ കേശവദാസാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജ കേശവദാസാണ്. ഇനി കൃഷ്ണശർമ്മ ഈ പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നു എന്ന് കാര്യം ഓർക്കുക. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആസ്ഥാന കവിയാണ് കൃഷ്ണശർമ്മ. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ സദസ്സിൽ കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്ത് വാര്യർ തുടങ്ങിയവരൊക്കെ ഇദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ കൃഷ്ണശർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആസ്ഥാന കവി. ഒപ്പം കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരൊക്കെ എന്താണ് മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ഉണ്ടായിരുന്നു. ഇനി ആലപ്പുഴ കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ള ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ചത് ആരുടെ കാലഘട്ടത്തിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത്. അതും ഈ ഒരു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് വരുന്നത്. ഇനി മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനെന്നും ശില്പിയെന്നും സൃഷ്ടാവെന്നും ഉരുക്കു മനുഷ്യനെന്നും ബിസ്മാർക്ക് എന്നും അശോകൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാരെന്ന് വെച്ചാലും, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാരെന്ന് വെച്ചാലും, ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവാരെന്ന് വെച്ചാലും, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യനാരെന്ന് വെച്ചാലും, ബിസ്മാർക്ക് ആരെന്ന് വെച്ചാലും, അശോകൻ ആരെന്ന് വെച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ കേരളത്തിന്റെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ കേരളത്തിന്റെ അശോകൻ എന്നറിയപ്പെടുന്ന ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വിക്രമാദിത്യ വരഗുണനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേലുത്തമ്പി ദളവയെക്കുറിച്ച് പരിചയപ്പെടുത്തി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പരിചയപ്പെട്ടു. അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു ചോദ്യം പരിചയപ്പെടാം. ആ ഒരു ചോദ്യത്തിൽ ഉള്ള ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ടോപ്പിക്ക് നമുക്ക് പഠിച്ചു പോകാം. അങ്ങനെ നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു രീതി പോകുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു മേഖല ഉണ്ടായിരിക്കും. അപ്പോൾ ആ മേഖല കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് ഇവിടെ നമ്മൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ്. തൊട്ടടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചോദ്യം നമ്മൾ പരിശോധിക്കും. ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള നോട്ടുകളും നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.